അടുക്കള ഭാഗത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കണം. വല്ലപ്പോഴൊക്കെ ഇച്ചിരി കട്ടനൊക്കെ ഇട്ട് കുടിക്കാനുള്ളതാ. ശരി, അടുക്കള ക്ലീൻ ചെയ്യണം നമുക്ക് കേട്ടോ. എന്തിനാ അത് ശരി? വല്ല ചോറും കറിയൊക്കെ വെക്കാലോ വല്ലപ്പോഴും. ഇത് താൽക്കാലിക പാർട്ടി ഓഫീസാണ്, സ്ഥിരമായിട്ടല്ല. താൽക്കാലിക ആണെങ്കിൽ ഒരു സെറ്റപ്പ് ഉള്ളത് നല്ലല്ലേ അളിയാ? എന്താന്ന് നീ ആദ്യം കഞ്ഞിയും കറിയും വെച്ചിട്ട് പിന്നെ സ്ഥിരതാമസം ആക്കും അവിടെ. വല്ലപ്പോഴും വന്ന് ഉറന്ന് കിടക്കേണ്ടി വന്നാലോ? ഞാനേ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടാ, മനഃപൂർവ്വം അവര് കണ്ണി കാണട്ടെ എന്ന് വിചാരിച്ചു നിങ്ങളോട് പറയാം. വന്ന കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു നിങ്ങളോട് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാ. ആഹാ അമ്മേ, ഇവിടെ എന്താ നടന്നേന്ന് അറിയാമോ? നമ്മുടെ വീട് പാർട്ടി ഓഫീസ് കണ്ണുനുരുട്ടി കാണിക്കണ്ട. നമ്മുടെ വീട് ഇവർക്ക് പാർട്ടി ഓഫീസ് ആക്കണോന്ന്. ആ 2-3 ദിവസമായി എന്നെ നിലം തൊടിച്ചിട്ടില്ലേ ക്ലീറ്റോ. പറഞ്ഞാ വല്ലോ മനസ്സിലാവണ്ടേ? ആരെയും പേടിയില്ല. എന്താണ് നീ കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കൊന്നും വേണ്ട, നല്ല ചീത്തോറാമേ. നിന്റെ തോന്നിയ എന്റെ വീട്ടിനകത്ത് പാടില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അമ്മാവൻ എന്താ മിണ്ടാതിരിക്കണം? നല്ല പറഞ്ഞ അമ്മാവൻ കൂടെ. നീ എന്ത് തോന്നിയാസട കാണിച്ച്? അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? 2 പണി അറിയാവുന്ന ആൾക്കാരെ വിളിച്ചതൊക്കെ വൃത്തിയാക്കാനല്ലേ ഞാൻ പറഞ്ഞു. ഒരു പണി അറിയാത്ത ഈ മാങ്ങാത്തൊലിയന്മാരെ വെച്ച് പഠിപ്പിക്കാനാണ് പറഞ്ഞു. പണി അറിയാന്നുള്ള 2 പേര് ഇന്നലെ വന്നു, പക്ഷെ തങ്ക സംഭവിച്ചില്ല അവരെ കൊണ്ട് പണി ചെയ്യിക്കാൻ. എന്താടി തങ്ക, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടല്ലേ? പിന്നെ എന്തിനാ നീ പണി അറിയാവുന്നവരെ ഓടിച്ചു വിട്ടത്? പാർട്ടി ഓഫീസ് ആക്കാനാ? പാർട്ടി ഓഫീസാ? എടി മണ്ടൂസേ, ഈ വീട് ഇങ്ങനെ അടഞ്ഞു കൂടി കിടക്കുന്ന കണ്ടിട്ട് ഒരു വലിയ വിഷമം. കുറച്ച് നാളോട്ട് പറയാ അമ്മയും അമ്മാവനും കൂടെ ഇങ്ങോട്ടൊന്ന് താമസിക്കണമെന്ന്. എന്നാ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒന്ന് താമസിക്കളയാന്ന്. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിട്ടാ ഇവൻ ഈ വീട് വൃത്തിയാക്കണേ. പിന്നെ അത് നിന്നോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞു. നമുക്കൊരു സർപ്രൈസ് തരാൻ. ഇനി മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങള് മാത്രല്ല, ഒരു മാസം കഴിഞ്ഞാൽ കനകനും ജമന്തി ഇങ്ങോട്ട് താമസം മാറുക. ഒരു മിനിറ്റ്. വേണ്ട